നിങ്ങളുടെ വീട് ടൈലിംഗ് സ്റ്റേജിലാണോ? എന്നാൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഒരിക്കലും ടൈല് സിമെന്റിൽ ഒട്ടിക്കാതിരിക്കാൻ ശ്രമിക്കുക. എപ്പോഴും ടൈൽ ഒരു അഡ്ഹസീവിൽ ഒട്ടിക്കുന്നതാണ് വളരെ നല്ലത്. പണ്ടത്തെ കൂട്ട് ചെറിയ സൈസ് ടൈലല്ല നമ്മളിപ്പോൾ ഒട്ടിക്കാറുള്ളത്. ട്രെൻഡിങ് ആയിട്ട് ഓടുന്നത് അത്യാവശ്യം നല്ല വലിയ സൈസുള്ള ടൈലാണ്. വലിയ സൈസുള്ള ടൈലുകൾ ഒരിക്കലും സിമെന്റിൽ സസ്റ്റെയിൻ ചെയ്യുന്നതല്ല. ഒരു ടൈൽ അഡ്ഹസീവ് വെച്ച് ഫ്ലോറിംഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ടൈല് തറയിൽ നിന്ന് വിട്ടു വരികയുമില്ല, ഹോളോ ആയിട്ടുള്ള സൗണ്ട് ഒട്ട് കേൾക്കത്തുമില്ല. അതുമാത്രമല്ല, ഒരു ടൈൽ അഡ്ഹസീവ് ഉപയോഗിച്ച് നമുക്ക് ഫ്ലോറോ വാളോ ഈവൻ ഇൻ കേസ് ഗ്രാനൈറ്റ് വരെ നമുക്ക് ഒട്ടിക്കാൻ പറ്റുന്നതാണ്. ടൈലിംഗിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റാണ്, ഒരു 2 ഫീറ്റ് സൈസിനെക്കാട്ടിലും വലിയ ടൈൽ യൂസ് ചെയ്യുകയാണെങ്കിൽ മിനിമം ഒരു 2 mm ഗ്യാപ്പ് എങ്കിലും വിടുന്നത് നല്ലതായിരിക്കും. കാരണം വലിയ സൈസിന് എങ്ങനെ പോയാലും ചെറിയൊരു ബെൻഡ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ബെൻഡ് എടുത്തറിയാതിരിക്കാൻ ഒരു 2 mm ഗ്രൗട്ടിങ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. എപ്പോക്സി ഗ്രൗട്ട് തന്നെ ഉപയോഗിക്കാനായിട്ട് തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. ടൈലിംഗിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്, ഒരു ടൈലിംഗ് കഴിഞ്ഞ ഫ്ലോറിനെ ഒരിക്കലും ഒരു തിന്നർ കൊണ്ട് ക്ലീൻ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. എപ്പോഴും ഒരു ടൈൽ ക്ലീനർ തന്നെ ഉപയോഗിച്ച് ടൈൽ ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്, ക്ലീനിങ് കഴിഞ്ഞ ടൈലിനെ ഒരു ടൈൽ കവർ ഉപയോഗിച്ച് ഇന്റീരിയർ വർക്കിന് വേണ്ടി കവർ ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. അല്ലെങ്കിൽ ഇന്റീരിയർ വർക്ക് കഴിയുമ്പോഴത്തേക്ക് ടൈൽ സ്ക്രാച്ച് ആവാനോ ബ്രേക്ക് ആവാനോ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ടൈൽ അഡ്ഹസീവിനെയും ഗ്രൗട്ടിങ്ങിനെയും കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ ടൈൽ എന്ന് കമൻറ്റ് ചെയ്യുക.